തെരുവിലലയുന്ന മക്കൾ നമ്മുടെ മക്കളാണെന്നും അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നുമുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ തെരുവ് മക്കളത്തെ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ് ഈ മഹത്തായ സംരംഭം ജനസേവ ആരംഭിച്ചിരിക്കുന്നത്. തെരുവ് മക്കളെ സമൂഹം എങ്ങനെ വളർത്തുന്നു അല്ലെങ്കിൽ എങ്ങനെ ചീത്തയാക്കുന്നു എന്ന് കാണിക്കുകയാണ് ഈ നാട്. തെരുവിൽ അലയുന്ന കുട്ടികളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ ജനസേവാ ശിശുഭവന്റെ ആഭിമുഖ്യത്തിൽ സത്യാഗ്രഹം നടത്തി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പാവങ്ങളുടെ ഉന്നമനത്തിനുമായി ഗവൺമെന്റ് ഖജനാവിൽ നിന്നും ചിലവാക്കുന്നത് കോടികളാണ്. തെരുവ് കുട്ടികളുടെ രോദനം കണ്ടില്ലെന്ന് നടിക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻകൈയെടുത്ത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക സംരക്ഷണ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന ആവശ്യം മുൻനിർത്തിയാണ് ജനസേവാ ശിശുഭവൻ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. സത്യാഗ്രഹം കേരള സ്മോൾമെൻ അസോസിയേഷനിലെ ഏറ്റവും പൊക്കം കുറഞ്ഞതും ജനസേവാ അന്തേവാസിയുമായ സന്തോഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ആലുവ ജനസേവാ ശിശുഭവൻ പ്രസിഡന്റും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകരുമായ ജോസ് മാവേലിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണയിൽ പൊക്കം കുറഞ്ഞവരും പൊക്കം കൂടിയവരുമായി 50ഓളം പേർ പങ്കെടുത്തു. അവശത അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി വളരെയധികം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ജനസേവാ ശിശുഭവന്റെ എല്ലാ അണിയറ ശില്പികൾക്കും എന്റെ ആത്മാർത്ഥമായ ആശംസകൾ നേരെയാണ്. അത് മാത്രമല്ല, അതിനെല്ലാമായി പ്രവർത്തിക്കുന്ന ജോസ് മാവേലി, എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടും അറിയാം, അതുപോലെ തന്നെ എന്റെ ഒരു വലിയ സുഹൃത്തുമാണ്. എല്ലാ പരിപാടികൾക്കും എന്റെ ആശംസകൾ. ഭിക്ഷാടകരിൽ നിന്നും തെരുവ് സർക്കസുകാരിൽ നിന്നും സെക്സ് റാക്കറ്റുകളിൽ നിന്നും ജോസ് മാവേലി കുട്ടികളെ വീണ്ടെടുത്തിട്ടുണ്ട്. ഇതൊന്നും നിസ്സാരമായിരുന്നില്ല എന്നതാണ് സത്യം. നീണ്ടുനിന്ന നിയമപോരാട്ടങ്ങളും ജീവൻ പണയം വെച്ച് നടത്തിയ സംഘർഷങ്ങളും അങ്ങനെ എന്തെല്ലാം. പണവും സ്വാധീനവും ഉപയോഗിച്ച് കയ്യും മെയ്യും മറന്ന് എത്രയോ ദിനരാത്രങ്ങൾ. പോലീസ് സ്റ്റേഷനുകളുടെ വരാന്തയിൽ എത്രയോ മണിക്കൂറുകൾ, ദിവസങ്ങൾ. ഇവിടെ വന്ന ശേഷം കുട്ടികളെ കണ്ടു, ഒരുപാട് പേരെ കണ്ടു. ഒരു കുഞ്ഞിനെ, നമ്മുടെ ഒരു കുഞ്ഞിനെ ഒഴിച്ച് മറ്റൊരു കുഞ്ഞിന് ഒരു ദിവസം 4 നേരം ഫുഡ് കൊടുക്കാനുള്ള ആവറ് നമുക്കില്ല. സമ്പത്തുണ്ടെങ്കിൽ പോലും ആ ഒരു മനസ്സിന് നമുക്കില്ല. അത് മാത്രമല്ലാതെ ഈ ഇത്രയും കുട്ടികളെ ഒരു കുടക്കീഴിൽ ഒരു മനുഷ്യൻ കൊണ്ടുവന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഇത് നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ എന്ത് ലാഭമാണ് ഇതുകൊണ്ട് കിട്ടുന്നതെന്ന് എനിക്കും മനസ്സിലായില്ല. മാത്രമല്ല, മതമില്ലാത്തൊരു രീതിയാണ് ഇദ്ദേഹം പിന്തുടർന്നത്. ഒരുപക്ഷെ മതത്തിന്റെ ഒരു ചുവട് പിടിച്ചിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പല കുഞ്ഞുങ്ങളെ അനാഥാലയത്തിൽ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ എല്ലാം ക്രിസ്ത്യൻ കുഞ്ഞുങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് എല്ലാം മുസ്ലിം കുഞ്ഞുങ്ങളായിരിക്കും, ചിലപ്പോൾ ഹിന്ദു കുട്ടികളായിരിക്കും. പക്ഷെ ഇവിടെ കാണാൻ കഴിഞ്ഞതെന്ന് പറയുന്നത് ഫുൾ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ ഏത് രീതിയിൽ എടുക്കുന്നു ആ രീതിയിൽ അവരുടെ വ്യക്തിത്വത്തോടെ തന്നെ വളർത്തുകയാണ്. ഇങ്ങനൊരു പ്രസ്ഥാനം നിലനിൽക്കുന്നത് കൊണ്ട് സമൂഹത്തിൽ എത്രയോ ഭാവിയിൽ കള്ളന്മാരും കൊലപാതകങ്ങളും ആവണ്ടേ. കാരണം അവർ വന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട്സ് അതാണ്. അച്ഛനും അമ്മയും മദ്യപിച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ തല്ലി ഉപദ്രവിച്ച് ആ നിലയിൽ കൊണ്ടുവരുന്ന ഒരു ക്രിമിനൽ ഏരിയയിൽ നിന്നാണ് ഇത്രയും കുട്ടികളെ കിട്ടിയിരിക്കുന്നത്. എത്രയോ ചീത്ത വഴിക്ക് പോകേണ്ട കുഞ്ഞുങ്ങളാണ് ഒരു നല്ല പ്രൊട്ടക്ഷൻ നല്ല രീതിയിൽ വളരുന്നത്. ബാലഭിക്ഷാടനമില്ലാത്ത സമത്വസുന്ദരമായ ഒരു കേരളത്തിനു വേണ്ടി ഒറ്റയാൾ പട്ടാളം നയിക്കുകയാണ് ജോസ് മാവേലി എന്ന സാമൂഹ്യ പ്രവർത്തകൻ. സമൂഹം തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ 100 കണക്കിന് കുരുന്നുകളെ ജീവിതധാരയിൽ എത്തിക്കുവാൻ ഒരു ദശകം കൊണ്ട് ജനസേവാ ശിശുഭവനിലൂടെ ജോസ് മാവേലിക്ക് കഴിഞ്ഞു. ലോകം അനാഥ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി പുതുവർഷം മാറ്റിവെക്കുമ്പോൾ ജോസ് മാവേലിയുടെയും ജനസേവാ ശിശുഭവന്റെയും മാതൃകാപരമായ കഥ പറയുകയാണ് ഇന്നാദ്യം. അനാഥ ശിശു സംരക്ഷണ രംഗത്ത് ഇന്ത്യയിൽ തന്നെ വേറിട്ട മുദ്ര ചാർത്താൻ ഈ വിശാല ഹൃദയന് കഴിഞ്ഞിരിക്കുന്നു. പത്രവാർത്തകളിൽ സ്ഥാനം പിടിച്ച എത്രയെത്ര കുരുന്നുകൾക്ക് ജീവിതത്തിന്റെ വെളിച്ചം ഈ കർമ്മധീരൻ പകർന്നിരിക്കുന്നു. സ്നേഹവാത്സല്യങ്ങളാൽ തഴുകപ്പെടുന്ന ഈ കുരുന്നുകൾക്ക് ജോസ് മാവേലി എല്ലാമാണ്. രക്ഷകൻ, പിതാവ്, അങ്കിൾ, വഴികാട്ടി, സുഹൃത്ത്, അങ്ങനെ എല്ലാം. തെരുവുമക്കളില്ലാത്ത ബാലഭിക്ഷാടനമില്ലാത്ത കേരളമെന്ന